പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം സങ്കീർത്തനം 2-ാമത്തെ അധ്യായം വായിച്ച് പ്രബോധിപ്പിക്കാം. ജാതികൾ കലഹിക്കുന്ന വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതെന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. നാം അവൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവനെ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോട് അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉണ്ടാക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. 2-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ രാജകീയ ഭരണം എന്ന വിഷയമാണ്. 2-ാമത്തെ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ് എഴുതിയതെന്ന് അനുമാനിക്കുന്നു. ഈ സങ്കീർത്തനം പുതിയ നിയമത്തിൽ 2 സ്ഥലത്ത് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:25 മുതൽ 28 വരെ, 13:32-33 വാക്യങ്ങളിൽ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കലഹത്തെ നിരൂപണത്തെ നമ്മൾ കാണുന്നു. സ്തോത്രം. ഇവിടുത്തെ മുടന്തരും കുരുടരും മതി തടയാനെന്ന്. ആ വ്യർത്ഥമായ നിരൂപണവും കലഹവും അതൊന്നും വിലപ്പോയില്ലെന്ന് മാത്രമല്ല, ദാവീദ് അവരുടെ മേൽ ജയഘോഷത്തെ നടത്തി. യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ അധിപതികൾ ഒന്നിച്ച് ആലോചിക്കുന്നു. നാം അവരെ കയറുകളെ പൊട്ടിച്ച് കെട്ടുകളെ എറിഞ്ഞു കളയുക എന്നാണ് അവിടെ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഫെലിസ്തീയ രാജാക്കന്മാർ ദാവീദ് എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന് വിരോധമായി നടത്തിയ ഗൂഢാലോചനകൾ തകർന്നു പോയി. ആ കെട്ടുകൾ മുഴുവൻ പൊട്ടിച്ച് ദാവീദ് അവിടെ ജയം നേടുന്നതായി നമ്മൾ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തുവിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിജയം അവിടെ നിവർത്തിയാവുന്നത്. യേശു ക്രിസ്തുവിനെ വധിക്കുവാൻ പല പ്രാവശ്യം യഹൂദന്മാർ ശ്രമിച്ചതായി സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിൽ ചില വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. യേശു ഗലീലിയെ സഞ്ചരിച്ചു, യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 11:53. അന്ന് മുതൽ അവൻ അവരെ കൊല്ലുവാൻ ആലോചിച്ചു. മത്തായി 12:14. പരീശന്മാർ പുറപ്പെട്ട് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി അവനെ വിരോധമായി തമ്മിൽ ആലോചിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഭൂമിയിലെ അധിപന്മാർ ദൈവത്തിനും ദൈവത്തിൻ്റെ അഭിഷിക്തനും വിരോധമായി കൂടി ആലോചിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവമക്കൾക്കും ദൈവജനത്തിനും ദൈവദാസിദാസന്മാർക്ക് വിരോധമായി അനേകർ എഴുന്നേറ്റ് വരുന്നത് നമ്മൾ കാണാറുണ്ട്. ദാവീദ് രാജാവിനെതിരെ, യേശു ക്രിസ്തുവിനെതിരെ ജനതകൾ കാട്ടിക്കൂട്ടിയ സകല പരിശ്രമങ്ങളും പാഴ്വേലയായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. 2:1 ജാതികൾ കലഹിക്കുന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ആ സങ്കീർത്തനത്തിൽ തന്നെ 8-ാമത്തെ വാക്യം ദൈവം പറയുന്നു, ആ ജാതികളെ ഞാൻ നിനക്ക് അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ദൈവം നൽകിയതായ വാഗ്ദത്തം അത് അങ്ങനെ തന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ നിറവേറി. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും അത് താമസിക്കാതെ നിറവേറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. രാജാതി രാജാവായി നമ്മുടെ യേശു ക്രിസ്തു ഭരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ 7-ാമത്തെ തിരുവചനം വായിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് കാണുന്നത്? രാജാവിന് ലഭിച്ച വാഗ്ദാനങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ? ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13:32-33 തിരുവചനങ്ങൾ.
ഈ വേദഭാഗങ്ങളെടുത്ത് ഉദ്ധരിച്ചിട്ട് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന വാഗ്ദത്തം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചിരിക്കുന്നു എന്നാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. യേശു ഇനി ഒരിക്കലും ഉയർക്കില്ല എന്നായിരുന്നു അവരൊക്കെ നിരൂപിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ നിർണയമാണ് നടപ്പായത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെതിരെയുള്ള ഇവിടെ യുദ്ധങ്ങൾ വിജയിക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കലുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പിതാവിന് ആൺമക്കളില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശ ഭൂമി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദിച്ചുകൊണ്ട് 5 സഹോദരിമാർ മുൻപോട്ട് വരികയാണ്. അവർക്ക് യോശുവയുടെ കാലത്ത് വസ്തു അളന്നു കൊടുക്കുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അഭിഷിക്തന് വിരോധമായി ആരെഴുന്നേറ്റാലും അവർ വിജയിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. ചോദിക്കുന്ന സകലം നൽകി തരുവാൻ അവൻ സർവ്വസമ്പന്നനായ ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തു യേശുവിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തരും. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന നിലയ്ക്കുന്നതിനും അത്യന്തപരമായി നമ്മളിൽ ചെയ്യുവാൻ ശക്തിയുള്ള ദൈവം. കർത്താവ് പറയുക, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് തരും. അവകാശമായി കൈവശമായും തരും. ആരുടെ ഔദാര്യത്തിലും നിങ്ങൾ ജീവിക്കണമെന്നല്ല, സ്വന്തമായ അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കണമെന്ന്, നന്നായി നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ സ്വർണവാക്യം ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ച ഒരു സ്ഥലമാണ് കാൽവരി ക്രൂശ്. ദൈവത്തിൻ്റെ നീതി പറഞ്ഞ് പാപി ശിക്ഷിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞ് ദൈവം അവനെ രക്ഷിക്കുന്നു. പാപത്തിൻ്റെ ശിക്ഷയും നൽകി പാപിയെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായ ഇടമാണ് കാൽവരി ക്രൂശ്. ആ ക്രൂശിൻ്റെ അരികിലേക്ക് വന്ന് യേശു ക്രിസ്തുമായി രമ്യപ്പെടുന്ന, യേശുവിനെ ബഹുമാനിക്കുന്ന, യേശുവിനോടുള്ള ഉറ്റ സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഒരുവനും ഈ ഭൂമിയിൽ നശിച്ചു പോവുകയില്ല എന്ന് മാത്രമല്ല, അവൻ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും. അവൻ മരണം വിട്ട് ജീവങ്കിലേക്ക് പ്രവേശിപ്പാൻ സംഗതി വരും. ഹല്ലേലൂയ. സ്തോത്രം. 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 ഇത്രത്തോളം സമയം ഈ 2-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ അതിലൊരു ഭാഗ്യവാനെ കാണുന്നു. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ അടുത്തേക്ക് ശരണത്തിനെ ഓടി വരുന്ന ഒരു മനുഷ്യനെയും ദൈവം കൈവിടത്തില്ല. അവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ 2-ാമത്തെ സങ്കീർത്തനമാണ് വായിച്ചത്. അപ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം 2 ശമൂവേലിൻ്റെ പുസ്തകമാണ്. 5-ന്റെ 6-7 വാക്യങ്ങൾ, 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഇത്രത്തോളം അനുഗ്രഹമായിട്ട് ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു രാജാവ് നീതിയോടെ വാഴും. ആരെല്ലാം എതിർത്താലും ആരെല്ലാം തടഞ്ഞാലും നമ്മുടെ യേശു ക്രിസ്തു താമസിക്കാതെ വരും. 1, രാജാവിനെ തിരസ്കരിക്കുന്നു. ആരെല്ലാം തിരസ്കരിച്ചാലും നമ്മുടെ ദൈവം രാജാവായി വാഴും. 2, രാജാവിനെ വാഴിച്ചിരിക്കുന്നുവെന്ന്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. പ്രതികൂലങ്ങളുടെ സ്വരങ്ങൾ എത്ര ഉയർന്നാലും എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും കർത്താവിൻ്റെ തീരുമാനം തന്നെ അവിടെ നടപ്പാക്കും. ഹല്ലേലൂയ. 3, രാജാവിന് ലഭിച്ചതായ വാഗ്ദാനം. എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ നിനക്ക് അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ദൈവം ഫെലിസ്തീൻ നഗരം രാജാവിന് വാഗ്ദാനം ചെയ്തു, ദാവീദിന്. നമ്മുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദാനങ്ങളെ കൈവശമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ചോദിക്കുന്നവർക്ക് നൽകുവാൻ അവൻ സർവ്വസമ്പന്നനാണ്.
ജനതകൾക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് അത് രാജാക്കന്മാരോടും ഭരണാധികാരികളോടുമുള്ളൊരു സന്ദേശമാണ്. രാജാവായ ദൈവപുത്രനായ യേശു ക്രിസ്തു കോപിച്ചിട്ട് നിങ്ങൾ നശിക്കാതിരിപ്പന് വഴിയിൽ വച്ച് പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, എന്നാൽ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം എൻ്റെയും നിങ്ങളുടെ മേൽ നിലനിൽക്കാതിരിപ്പാൻ, ആ ക്രോധവും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ, യേശു ക്രിസ്തുവിനെ ചുംബിക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മളെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. പറയണം, കർത്താവേ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. കർത്താവേ, നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. നിൻ്റെ ഹിതമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. കർത്താവേ, നീ ഇല്ലാത്ത ഒരു നന്മ എൻ്റെ ലൈഫിൽ വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ ദൈവാലയങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, തിരുവചനങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. Have a nice day.